എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 1-ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 8 ആഹ എന്തു സ്വാദ് എന്ന പാഠഭാഗമാണ്. ആന നടന്നു വന്നു, മൈന പറന്നു വന്നു, വിശക്കുന്നു പഴം വേണം. മൈന പറയുകയാണ്, എനിക്ക് വിശക്കുന്നു, പഴം വേണം. ആന പറയുന്നു, വാ വാ വേഗം പോകാം. ആന നടന്നു, മൈന പറന്നു. ആന പറയുകയാണ്, ആഹാ എന്തു നല്ല ഗന്ധം. മൈന പറയുന്നു, അതാ ചക്കപ്പഴം. ആന ചക്കപ്പഴം പറിച്ചു, മൈനയെ നോക്കി. എന്തു നല്ല സ്വാദ്, ആഹാ. മൈന ആനയോട് ചോദിക്കുകയാണ്, എനിക്കില്ലേ? നിനക്ക് പിന്നെ തരാം, ആന പറഞ്ഞു. ആന പഴക്കുല ഉയർത്തി വായ തുറന്നു. പഴക്കുല കുലുക്കി. തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു. ആന പറയുകയാണ്, എന്തു നല്ല സ്വാദ്, ആഹാ. ആന നോക്കിയപ്പോൾ മൈനയെ കാണാനില്ല. എവിടെ പോയി? ആന നിലവിളിച്ചു, ആരോ വയറ്റിൽ കൊത്തുന്നേ. ഹോ ഹോ, വേദന വേദന, ഭയങ്കര വേദന, സഹിക്കാൻ പറ്റുന്നില്ല, വൈദ്യനെ കാണണം. ആന ഓടി. ജിറാഫ് ആനയോട് പറയാണ്, ഹൂ ഹൂ എന്ന് ശക്തിയായി ഊതു. ആന ഹൂ ഹൂ. ആന ഏമ്പക്കം വിട്ടു. മൈന പുറത്തായി. ആന പറയുകയാണ്, നന്ദി ജിറാഫേ, എന്നെയും മൈനയെയും രക്ഷിച്ചതിന് നിനക്ക് എന്ത് വേണം? ജിറാഫ് ചുറ്റും നോക്കി. ഒത്തിരി മൃഗങ്ങളും പക്ഷികളും. എല്ലാവർക്കും മധുരഫലങ്ങൾ വേണം എന്ന് ജിറാഫ് പറഞ്ഞു. അടുത്ത പേജിൽ വരുന്നത് ചിത്രം നോക്കി എഴുതൂ. ജിറാഫ് മധുരഫലങ്ങൾ എല്ലാവർക്കും കൊടുത്തു. ബേഷ്, അത് നന്നായി. എല്ലാവരും ജിറാഫിനെ അഭിനന്ദിച്ചു. വികൃതിക്കുരങ്ങ് എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്തു. ജിറാഫ് ആനയുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു. തേനീച്ച ചോദിക്കുകയാണ്, എന്താ ആ രഹസ്യം? ഉറുമ്പ് പറയുകയാണ്, ആനച്ചാരെ, സ്വഭാവത്തിനും സുഗന്ധം വേണം. ഉറുമ്പ് പറഞ്ഞ ഈ കാര്യമാണ് ആനച്ചാരുടെ ചെവിയിൽ ജിറാഫ് രഹസ്യമായി പറഞ്ഞത്. വാഴക്കുലയുടെ നിറം മാറ്റാം. പച്ചക്കുലയിൽ നിന്നും പഴുത്ത കുലയിലേക്കാണ് വാഴക്കുലകൾ കെട്ടിത്തൂക്കിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് 1-ാമത്തെ കുലയ്ക്ക് പച്ച നിറം നൽകുക. തുടർന്നുള്ള കുലകളിൽ ഏറ്റവും നന്നായി പഴുത്തത് അവസാനത്തേതുമാണ്. ആദ്യം പച്ചക്കുലയിൽ നിന്ന് ഏറ്റവും അവസാനം പഴുത്ത കുലയിലേക്ക്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിറം നൽകുക. പഴങ്ങൾ പലതരം. കുലയായി ഉണ്ടാവുന്നവ: മുന്തിരി, റംബൂട്ടാൻ, വാഴപ്പഴം, ലിച്ചി. ഒരു വിത്തുള്ള പഴങ്ങൾ: മാമ്പഴം, ഞാവൽ, റംബൂട്ടാൻ, കശുമാങ്ങ. ധാരാളം വിത്തുള്ള പഴങ്ങൾ: മാതളം, ചക്ക, പപ്പായ, ആഞ്ഞിലിപ്പഴം. ഇനി നമുക്ക് മണമുള്ള പഴങ്ങളും മണമില്ലാത്ത പഴങ്ങളും നോക്കിയാലോ? മണമുള്ള പഴങ്ങൾ: ചക്കപ്പഴം, മാമ്പഴം, പൈനാപ്പിൾ, പേരയ്ക്ക, ഓറഞ്ച്. മണമില്ലാത്ത പഴങ്ങൾ: തണ്ണിമത്തൻ, മുന്തിരി, ആപ്പിൾ, മാതളം, കിവിപ്പഴം, സ്ട്രോബെറി. ഇനി നമുക്ക് വലിയ പഴങ്ങൾ, ചെറിയ പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? വലിയ പഴങ്ങൾ: ചക്കപ്പഴം, തണ്ണിമത്തൻ, കൈതച്ചക്ക, പപ്പായ. ചെറിയ പഴങ്ങൾ: മുന്തിരി, സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി. ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്. പാട്ട് പാടിയാലോ? ഏത് പഴം? എങ്ങനെ അറിഞ്ഞു പഴുത്തെന്ന്? കണ്ടറിഞ്ഞു പഴുത്തെന്ന്, മണത്തറിഞ്ഞു പഴുത്തെന്ന്, തൊട്ടറിഞ്ഞു പഴുത്തെന്ന്, രുചിച്ചറിഞ്ഞു പഴുത്തെന്ന്, വയറു നിറഞ്ഞു പഴം തിന്ന്. എങ്ങനെയെല്ലാമാണ് പഴം പഴുത്തതെന്ന് അറിഞ്ഞത്? കണ്ടറിഞ്ഞ്, മണത്തറിഞ്ഞ്, തൊട്ടറിഞ്ഞ്, രുചിച്ചറിഞ്ഞ്. നോക്കൂ, ഉറുമ്പ് എന്താ പറയുന്നത്? മണപരീക്ഷയിൽ ഞാൻ ജയിക്കും. വണ്ടെന്താ പറയുന്നത്? രുചി പരീക്ഷയിൽ ഞാൻ തിന്ന് തിന്ന് ജയിക്കും. അടുത്ത പ്രവർത്തനം എന്താ? പഴങ്ങൾ തരംതിരിക്കാം. നമുക്ക് നിറങ്ങൾക്കനുസരിച്ച് പഴങ്ങൾ തരംതിരിച്ചാലോ? ചുവന്ന പഴങ്ങൾ: ആപ്പിൾ, സ്ട്രോബെറി, ചെറി, മാതളം, ചുവന്ന മുന്തിരി. മഞ്ഞപ്പഴങ്ങൾ: വാഴപ്പഴം, കൈതച്ചക്ക, മാങ്ങ, ചക്ക, പപ്പായ, പാഷൻ ഫ്രൂട്ട്. പച്ചപ്പഴങ്ങൾ: അവക്കാഡോ, പച്ചമുന്തിരി, പേരയ്ക്ക, പച്ച ആപ്പിൾ, കിവി, സീതപ്പഴം, പിയർ. കറുത്ത പഴങ്ങൾ: കറുത്ത മുന്തിരി, ഞാവൽ, ബ്ലാക്ക്ബെറി. അടുത്തു വരുന്നത് വായിക്കാം, രസിക്കാം. അതിലെ ആദ്യത്തെ കവിത കൂട്ടുകാരെ. കൂട്ടുകാരെ, മഴ ചൊരിഞ്ഞു, പുഴ കവിഞ്ഞു, പുഴ കടക്കാൻ പുതിയ തോണി, പുതിയ തോണി തുഴഞ്ഞു പോകാൻ തുണ വരുമോ കൂട്ടുകാരെ? കഥ പറയും കൂട്ടുകാരെ, കളി പറയും കൂട്ടുകാരെ. ഇത് എഴുതിയത് OMB കുറുപ്പാണ്. അടുത്തു വരുന്ന കവിത നോക്കാം. പൂച്ച. എൻ്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്,
പൂങ്കുല പോലൊരു വാല്, കുറുകുറെ എന്നു കുറുങ്ങി, കുഞ്ഞിയുറക്കം തൂങ്ങി, വെയിലിലിരുന്നു മയങ്ങും എൻ്റെ കുറിഞ്ഞിപ്പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഇത് എഴുതിയത് സുഗതകുമാരി ടീച്ചറാണ്. അടുത്തും വരുന്നത് വായിക്കാം രസിക്കാം എന്ന പ്രവർത്തനമാണ്. നോക്കാം. 1. ദേശാടകരാം കിളികൾ ഒരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ. വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ. മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു. തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി. നാട്ടുകിളികളിൽ ചിലരിത് കണ്ട് കലപില കൂട്ടാനെത്തി. പരദേശികളാം പറവകൾ ഇവിടെ ചേക്കേറരുതെന്നായി. തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കെ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി. ദേശം അതേതായാലും നമ്മൾ പറവകളെന്നത് നേരെ, അതിരുകൾ ഏതായാലും നമ്മൾ ഒന്നാണെന്നത് നേരെ. ഇനി നമുക്ക് പൂമ്പാറ്റത്തോട്ടത്തെക്കുറിച്ച് വായിക്കാം. മണ്ണ് നനഞ്ഞു. നനഞ്ഞ മണ്ണിൽ അമ്മു വിത്തിട്ടു. നിറയെ ചെടികളുണ്ടായി. അമ്മുവിന് സന്തോഷമായി. ചെടികളിൽ നിറയെ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു. പൂമ്പാറ്റകൾക്ക് സന്തോഷമായി. അവ മറ്റെങ്ങും പോയില്ല. അമ്മുവിൻ്റെ കൂടെ കളിച്ചു. ചെടികൾ അവൾക്ക് വിത്തുകൾ നൽകി. അത് അവൾ കുലുക്കി നോക്കി. കിലു കിലു കിക്കിലു. ഇത് കേട്ട് പൂമ്പാറ്റകൾ ചിറക് ഇളക്കി നൃത്തമാടി. അതൊരു പൂമ്പാറ്റത്തോട്ടമായി. ഇതോടുകൂടി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചു. നന്ദി. വീണ്ടും കാണാം.